നമസ്തേ. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. കാവുകളിലും ക്ഷേത്രങ്ങളിലും ഭവനങ്ങളിലും ഇനി രാമമന്ത്രത്താൽ മുഖരിതമാകുന്ന മാസം, അതാണ് മലയാളികളെ സംബന്ധിച്ച് കർക്കിടക മാസം. രാമാനുജൻ എഴുത്തച്ഛൻ മലയാളികൾക്ക് മനസ്സിലാകും വിധമാണ് അധ്യാത്മരാമായണം കിളിപ്പാട്ട്. ആ കിളിപ്പാട്ടാണ് പൊതുവെ ക്ഷേത്രങ്ങളിലും കാവുകളിലും ഭവനങ്ങളിലും ഒക്കെ വായിക്കുന്നത്. അധ്യാത്മരാമായണത്തിന് ആധ്യാത്മികമായ തിളക്കമുണ്ട്. ഒപ്പം ഭൗതിക ദുഃഖമേറിയ കർക്കിടകത്തിൽ ആ കർക്കിടകത്തെ തരണം ചെയ്യാൻ കേരളീയരുടെ സിദ്ധ ഔഷധമാണത്രേ രാമായണം. ആ രാമായണം ഓരോ ദിവസവും വായിക്കുന്ന സമയത്ത് രാമമന്ത്രം ചൊല്ലിയും ഗണപതിയെ വന്ദിച്ചും ഗുരുവന്ദനം നടത്തിയും ഒപ്പം ദീപവും സാക്ഷിയാക്കി ഹനുമൽ സ്മരണ കൂടി നടത്തി വേണത്രേ രാമായണ പാരായണം ആരംഭിക്കുന്നത്. ഏതായാലും ഈ വർഷത്തെ രാമായണ പാരായണം നമുക്കും ഭംഗിയായി ആരംഭിക്കാം. രാമായ രാമചന്ദ്രായ രാമഭദ്രായ വേദസേ രഘുനാഥായ നാഥായ സീതായം പദയേ നമാം. ആപദാമപഹർത്താരം ദാതാരം സർവസമ്പദാം ലോകാഭിരാമം ശ്രീരാമം ഭൂയോ ഭൂയോ നമാമ്യഹം. മനോജവം മാരുതതുല്യവേഗം ജിതേന്ദ്രിയം ബുദ്ധിമതാം വരിഷ്ഠം വാതാത്മജം വാനരയൂഥമുഖ്യം ശ്രീരാമദൂതം ശരണം പ്രപദ്യേ. കാവ്യം സുഖേയം കദരാഗവീയം കർത്താവ് തുഞ്ചത്തുളവായ ദിവ്യൻ ചൊല്ലുന്നതോ ഭക്തിരസപ്രദത്തിൽ ആനന്ദലബ്ധിക്കെനിയെന്തു വേണ്ടു. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ശ്രീരാമ രാമ ശ്രീരാമചന്ദ്ര ജയ, ശ്രീരാമ രാമ ശ്രീരാമഭദ്രാജയ, ശ്രീരാമ രാമ സീതാഭിരാമ രാമ, ശ്രീരാമ രാമ ലോകാഭിരാമാജയ, ശ്രീരാമ രാവണാന്തക രാമ, ശ്രീരാമ മമ ഹൃദി രമതാം രാമ, ശ്രീരാഘവാത്മാ രാമ, ശ്രീരാമ രമാപദേ, ശ്രീരാമ രമണീയ വിഗ്രഹ നമോസ്തുതേ. നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമ. ശ്രീരാമനാമം പാടി വന്ന പൈങ്കിളി പെണ്ണെ, ശ്രീരാമചരിതം നീ ചൊല്ലിയിടുമടിയാതെ, ശാരിക പൈതൽ താനും വന്ദിച്ചു വന്ദ്യന്മാരെ, ശ്രീരാമസ്മൃതിയോടെ പറഞ്ഞു തുടങ്ങിനാൻ. ഹരേ രാമ രാമ ഹരേ ഹരേ, ഹരേ കൃഷ്ണ കൃഷ്ണ ഹരേ ഹരേ. രാമായണത്തിലെ ഇഷ്ടദേവതാ വന്ദനത്തോടു കൂടിയാണ് രാമായണത്തിൻ്റെ ഒരു ഭാഗം ആരംഭിക്കുന്നത് തന്നെ. കാരണനായ ഗണനായകൻ ബ്രഹ്മാത്മകൻ കാരുണ്യമൂർത്തി ശിവശക്തി സംഭവൻ ദേവൻ, വാരണമുഖൻ മമ പ്രാരാബ്ധ വിഘ്നങ്ങളെ വാരണം ചെയ്തിടുവാൻ ആവോളം വന്ദിക്കുന്നേൻ. വാണിയിടുക നാരദമെന്നുടെ നാവു തന്മേൽ, വാണി മാതാവേ വർണ്ണിക്കേ വേദാത്മികേ. നാണമെന്നിയെ മുതാ നാവിന്മേൽ നടനം ചെയ്യേണാങ്കാനനെ, യഥാ കാനനേ ദിഗംബരൻ വാരിജോത്ഭവമുഖ വാരിജവാസേ ബാലേ. വാരിധി തന്നിൽ തിരമാലകൾ എന്ന പോലെ ഭാരതീപതാലി തോന്നേണം കാലേ കാലേ. പാരാതേ സലക്ഷണം മേന്മേൽ മംഗലശീലേ, വൃഷ്ണിവംശത്തിൽ വന്നു കൃഷ്ണനായി പിറന്നൊരു
വിഷ്ണു വിശ്വാത്മാ വിശേഷിച്ച് ഗ്രഹിക്കേണം. വിഷ്ണുജോത്ഭവസുതനന്ദനപുത്രൻ വ്യാസൻ, വിഷ്ണു താൻ തന്നെ വന്നോ പിറന്ന തപോധനൻ, വിഷ്ണു തന്മായ ഗുണചരിത്രമെല്ലാം കണ്ട കൃഷ്ണനാം പുരാണകർത്താവിനെ വണങ്ങുന്നേൻ. നന്മറ നേരായ രാമായണം ചമയ്ക്കയാൽ നാൻമുഖനുള്ളിൽ ബഹുമാനത്തെ വളർത്തോരു വാൽമീകി കവിശ്രേഷ്ഠനാകിയ മഹാമുനി, താൻ മമ വരം തരികെപ്പോഴും വന്ദിക്കുന്നേൻ. രാമനാമത്തെ സദാകാലവും ജപിച്ചിടും കാമനാശനനുമാവല്ലഭൻ മഹേശ്വരൻ, ശ്രീ മഹാദേവൻ പരമേശ്വരൻ സർവേശ്വരൻ, മമകേ മനസി വാണിടുവാൻ വന്ദിക്കുന്നേൻ. വാരിജോത്ഭവനാദിയാകിയ ദേവന്മാരും നാരദ പ്രമുഖന്മാരാകിയ മുനികളും വാരിജാരാതി പ്രാണനാഥയും മമ വാരിജമകളായ ദേവിയും തുണയ്ക്കേണം. കാരണഭൂതന്മാരാം ബ്രാഹ്മണരുടെ ചരണാരുണാംബുജലീന പാംസു സഞ്ചയം മമ, ചേതോദർപ്പണത്തിന്റെ മാലിന്യമെല്ലാം തീർത്തു ശോധന ചെയ്തിടുവാൻ ആവോളം വന്ദിക്കുന്നേൻ. ആധാരം നാനാജഗന്മയനാം ഭഗവാനും വേദമെന്നല്ലോ ഗുരുനാഥൻ താനരുൾ ചെയ്തു. വേദത്തിനാധാരഭൂതന്മാരി കാണായൊരു ഭൂദേവപ്രവരന്മാർ തദ്വരശാപാദികൾ ധാതൃശങ്കര വിഷ്ണു പ്രമുഖന്മാർക്കും മതം. വേദജ്ഞോത്തമന്മാർ മാഹാത്മ്യങ്ങളാർക്കു ചൊല്ലാം പാദസേവകനായ ഭക്തനാം ദാസൻ. ബ്രഹ്മപദജ്ഞാനിനാമാധ്യനായുള്ളോരു ഞാൻ വേദസംഹിതമായി മുമ്പുള്ള ശ്രീരാമായണം ബോധഹീനന്മാർക്കറിയാം വണ്ണം ചൊല്ലിയിടുന്നേൻ. വേദാംഗ വേദാന്താദി വിദ്യകളെല്ലാം ചേതസീ തെളിഞ്ഞുണർന്നാവോളം തുണയ്ക്കേണം. സുരസംഹതിപതി തദനു സ്വാഹാപതി വരദൻ പിതൃപതി നിരുതി ജലപതി തരസാ സദാംഗതി സദയം നിധിപതി കരുണാനിധി പശുപതി നക്ഷത്രപതി സുരവാഹിനീപതി തനയൻ ഗണപതി സുരവാഹിനീപതി പ്രമദഭൂതപതി ശ്രുതി വാക്യാത്മാദിനപതി ഖേടാനാംപതി ജഗതി ചരാചരജാതികളായുള്ളോരും അഗതിയായോരടിയൻ അനുഗ്രഹിക്കേണമകമേ സുഖമേ ഞാൻ അനിശം വന്ദിക്കുന്നേൻ. അഗ്രജൻ മമ സദാം വിദുഷാമഗ്രേസരൻ മൽഗുരുനാഥനൻ ഏകാന്തവാസികളോടും ഉൾക്കുരുന്നിങ്കൽ വാഴ്ക. രാമനാമാചാര്യനും മുഖ്യന്മാരായ ഗുരുഭൂതന്മാർ മറ്റുള്ളോരും ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്ര ജയ ശ്രീരാമ മമ ഹൃദിരമതാം രാമ രാമ. രാമായണത്തിൻ്റെ ആരംഭത്തിൽ ഇഷ്ടദേവതാ വന്ദനം എന്ന് പറയുന്ന ഭാഗത്ത് ഗണപതിയെ വന്ദിച്ച് അതുപോലെ തന്നെ സരസ്വതിയെ വന്ദിച്ച് വൃഷ്ണിവംശത്തിൽ പിറന്ന കൃഷ്ണനെ സ്മരിച്ചതിന് ശേഷം വ്യാസഭഗവാനെ ഭജിച്ചതിന് ശേഷം അങ്ങനെ അനവധി ദേവതാ ചൈതന്യങ്ങളെ നന്മറ നേരായ രാമായണം ചമയ്ക്കയാൽ നാൻമുഖനുള്ളിൽ ബഹുമാനത്തെ വളർത്തോരു വാൽമീകി കവിശ്രേഷ്ഠൻ. അങ്ങനെ വാൽമീകിയെ വന്ദിച്ചതിന് ശേഷം രാമനാമത്തെ സദാകാലം ജപിക്കുന്ന കാമനാശനായിരിക്കുന്ന ഉമാവല്ലഭനെ മഹേശ്വരനെ ഭജിച്ചതിന് ശേഷം മാമകേ മനസ്സി വാണിയിടുവാൻ വന്ദിക്കുന്നേൻ. ഞാനിതാ എല്ലാവരെയും അങ്ങനെ വന്ദിച്ചതിന് ശേഷം വാരിജോത്ഭവനാദിയാകിയ ദേവന്മാരെയും നാരദ പ്രമുഖന്മാരെയും അതുപോലെ തന്നെ വാരിജ മകളായ ദേവിയും തുണയ്ക്കേണം. ഇങ്ങനെ എല്ലാ ദേവതാ ചൈതന്യങ്ങളെയും ധാതൃശങ്കര വിഷ്ണു പ്രമുഖന്മാർക്കും മതം എന്ന് പറഞ്ഞ് ബ്രാഹ്മണന്മാരെ വരെ വന്ദിച്ചതിന് ശേഷം ബോധഹീനന്മാർക്കറിയാൻ വണ്ണം ഞാനിതാ ഈ ഭാഗങ്ങൾ മുഴുവൻ ജപിക്കുകയാണ് എന്ന് പറഞ്ഞതിന് ശേഷം സുരസംഹതിപതിയെ അഥവാ സുരസംഹതിപതി എന്ന് പറഞ്ഞാൽ ദേവന്മാരുടെ മുഴുവൻ പതിയായിരിക്കുന്ന ആ ദേവചൈതന്യത്തെ ഞാൻ ഭജിക്കുകയാണ്. തുടർന്ന് അനന്തരം പിതൃപതിയായിരിക്കുന്ന യമനെ, ജലത്തിൻ്റെ പതിയായിരിക്കുന്ന വരുണനെ, അങ്ങനെ എല്ലാ ദേവന്മാരെയും, പരമശിവനെ, നക്ഷത്രപതിയായിരിക്കുന്ന ചന്ദ്രനെ, സുരവാഹിനീപതി എന്ന് പറഞ്ഞാൽ പരമശിവനായിരിക്കുന്ന ആ പരമശിവനെ, അങ്ങനെ ദിനത്തിൻ്റെ പതിയായിരിക്കുന്ന സൂര്യനെ,
നക്ഷത്രപതിയായിരിക്കുന്ന ചന്ദ്രനെ, ഇങ്ങനെ എല്ലാവരെയും ഭജിച്ചതിന് ശേഷമാണത്രേ ഈ രാമായണം എന്ന് പറയുന്ന വിശിഷ്ടമായ ഗ്രന്ഥം പാരായണം ആരംഭിക്കുന്നതെന്നാണ്. തുടർന്ന് രാമായണ മാഹാത്മ്യത്തെക്കുറിച്ചാണ് വായിക്കേണ്ടത്. ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്രാജയ ശ്രീരാമായണം പുരാ വിരിഞ്ച വിരചിതം 100 കോടി ഗ്രന്ഥമുണ്ടില്ലിതു ഭൂമി തന്നിൽ രാമനാമത്തെ ജപിച്ചോരു കാട്ടാളൻ മുന്നം മാമുനി പ്രവരനായി വന്നതു കണ്ടു ദാദാ ഭൂമിയിലുള്ള ജന്തുക്കൾക്കു മോക്ഷ ശ്രീ മഹാരാമായണം ചമയ്ക്കെന്നരുൾ ചെയ്തു. വീണാവാണിയും ഉപദേശിച്ചു രാമായണം വാണിയും വാൽമീകി തന്നാവിന്മേൽ വാണിയിടിനാൾ വാണിയിട് ഗൗവണ്ണമെന്നാവിന്മേലേവം ചൊൽവാൻ നാണമാകുന്നതു താനുമതിനെന്താവതിപ്പോൾ വേദശാസ്ത്രങ്ങൾക്കധികാരിയല്ലെന്നതോർത്തു ചേതസി സർവം ചീടുവിൻ കൃപയാലേ അധ്യാത്മപ്രദീപകമത്യന്തം രഹസ്യമിത് അധ്യാത്മരാമായണം മൃത്യുശാസന പ്രോക്തം അധ്യയനം ചെയ്തിടും മർത്യജന്മികൾക്കെല്ലാം മുക്തി സിദ്ധിക്കും അസന്ദിഗ്ധം ഇജ്ജന്മം കൊണ്ടേ ഭക്തി കൈക്കൊണ്ടു കേട്ടുകൊള്ളുവിൻ ചൊല്ലിയിടുവിൻ എത്രയും ചുരുക്കി ഞാൻ രാമമാഹാത്മ്യമെല്ലാം ബുദ്ധിമത്തുക്കളായോരിക്കഥ കേൾക്കുന്നാകിൽ ബദ്ധരാകിലുമുടൻ മുക്തരായി വന്നുകൂടും ധാത്രീഭാരത്തെ തീർപ്പാൻ ബ്രഹ്മാതിദേവഗണം പ്രാർത്ഥിച്ചു ഭക്തിപൂർവം സ്തോത്രം ചെയ്തതു മൂലം ദുഗ്ധാബ്ധിമധ്യേ ഭോഗി സത്തമനായിടുന്ന മെത്തമേൽ യോഗനിദ്ര ചെയ്തിടും നാരായണൻ ധാത്രിമണ്ഡലം തന്നിൽ മാർത്താണ്ഡകുലത്തിങ്കൽ ധാത്രീന്ദ്രവീരൻ ദശരഥനു തനയനായി രാത്രിചാരികളായ രാവണാദികൾ തമ്മേ മാർത്താണ്ഡാത്മജപുരം പ്രാപിച്ചോരു ശേഷം ആദ്യമാം ബ്രഹ്മത്വം പ്രാപിച്ച വേദാന്തവാക്യവേദ്യനാം സീതാപതി ശ്രീപാദം വന്ദിക്കുന്നേൻ. രാമായണം വായിച്ചു കഴിഞ്ഞാൽ എന്താണ് എന്നുള്ള ഭാഗമാണ് രാമായണ മാഹാത്മ്യത്തിൽ പറയുന്നത്. ഇവിടെ പറയുന്നത് 100 കോടി ഗ്രന്ഥമുണ്ട് ഈ ഭൂമിയിൽ. അതില് രാമനാമത്തെ ജപിച്ചോരു കാട്ടാളൻ മുന്നം മാമുനി പ്രവരനായി വന്നതും ഭൂമിയിലുള്ള, എന്തിനാണ് ഈ രാമായണം വായിക്കുന്നത് എന്ന് ചോദിച്ചാൽ പറയാണ്, ഭൂമിയിലുള്ള ജന്തുക്കൾക്ക് മോക്ഷാർത്ഥം ഇനി ശ്രീ മഹാരാമായണം ചമയ്ക്കെന്നരുൾ ചെയ്തു എന്നാണ്. അതുകൊണ്ട് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ ഭൂമിയിലുള്ള സകല ചരാചരങ്ങൾക്കും ജന്തുജാലങ്ങൾക്കും ജീവനുള്ള എല്ലാറ്റിനും മോക്ഷം വേണമെങ്കിൽ ഇതാ ഈ രാമായണം വായിച്ചോളൂ എന്നാ പറയുന്നത്. അതിനുശേഷം പറയാണ് അധ്യാത്മപ്രതീകം അത്യന്തം രഹസ്യം ഇത് അധ്യാത്മരാമായണം മൃത്യുശാസന പ്രോക്തം. വളരെ ഭംഗിയായി നമുക്കവിടെ പറയാണ് ഇത് ഏറ്റവും രഹസ്യമായതാണ് ഈ രാമായണം. ആ രഹസ്യം എന്ന് പറയുന്നത് സ്വകാര്യം എന്നല്ല അവിടെ രഹസ്യം. ഒരുപാട് അർത്ഥതലങ്ങൾ രാമായണത്തിൻ്റെ ഓരോ വരികളിലും ഉണ്ട് എന്നാണ്. അധ്യാത്മരാമായണം അത്യന്തം രഹസ്യമാണ്. പിന്നീടോ ഇത് മൃത്യുശാസന പ്രോക്തമാണ്. അതുകൊണ്ട് ഈ രാമായണം പാരായണം ചെയ്യുന്ന സമയത്ത് മർത്യജന്മികൾക്കെല്ലാം മുക്തി സിദ്ധിക്കും ഇജ്ജന്മം കൊണ്ടേന്ന്, ഈ ജന്മത്തിൽ തന്നെ മുക്തി സിദ്ധിക്കുമെന്ന് പറഞ്ഞതിന് ശേഷം പറയാണ് ഭക്തി കൈക്കൊണ്ട് കേട്ടുകൊള്ളുവിൻ. എങ്ങനെ ചൊല്ലണം രാമായണം എന്ന് ചോദിച്ചാൽ ഭക്തിയോടു കൂടിയായിരിക്കണം ഈ രാമായണം ചൊല്ലുന്നത്. പിന്നെയോ എത്രയും ചുരുക്കി ഞാൻ രാമമാഹാത്മ്യമെല്ലാം പറഞ്ഞു തരാം. എങ്ങനെ? ബുദ്ധിമത്തുക്കളായൊരു ബുദ്ധിയുള്ളവരാണ് ഇത് കേൾക്കുന്നതെങ്കിൽ ബദ്ധരാകിലുമുടൻ മുക്തരായി. ബുദ്ധിയില്ലാത്തവർ ഇത് കേൾക്കുകയാണെങ്കിൽ പോലും അവര് അതിൽ നിന്ന് ബദ്ധരായി, അവര് ബുദ്ധിമത്തുക്കളായിട്ട് മാറും. അതുകൊണ്ട് പ്രാർത്ഥിച്ച് ഭക്തിപൂർവം വേണം ഈ രാമായണം പാരായണം ചെയ്യാൻ എന്ന് പറഞ്ഞതിന് ശേഷം ഉമാമഹേശ്വര സംവാദമാണ്. ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്രാജയ കൈലാസാചലേ സൂര്യകോടി ശോഭിതേ വിമലാലയേ രത്നപീഠേ സംവിഷ്ടം ധ്യാനനിഷ്ഠം ഫാലലോചനം മുനിസിദ്ധദേവാദിസേവ്യം നീലലോഹിതം നിജവർത്താരം വിശ്വേശ്വരം വന്ദിച്ചു വാമോത്സാംഗേ വാഴുന്ന ഭഗവതി സുന്ദരി ഹൈമവതി ചോദിച്ചു ഭക്തിയോടെ. ഉമാമഹേശ്വര സംവാദം എന്നാണ്. പാർവതീദേവി
മഹേശ്വരനുമായുള്ള സംവാദമാണ് ഈ രാമായണം എന്നാണ് പറയുന്നത്. അതുകൊണ്ടാണ് അത്ര ഓരോ രാമായണം വായിച്ചു കഴിയുമ്പോഴും ആ ഭാഗം കണ്ടം കഴിയുമ്പം പറയും ഇധ്യാത്മ രാമായണേ ഉമാമഹേശ്വര സംവാദേ ബാലകാന്ഡം സമാപ്തം, അല്ലെങ്കിൽ ഇന്ന കാണ്ഡം സമാപ്തം എന്ന് പറയുന്നത് പാർവതീദേവിക്ക് മഹേശ്വരൻ ഉപദേശിച്ചു കൊടുത്തത് കൊണ്ടാണ് ഇതിനെ സംവാദ രൂപത്തിൽ പറഞ്ഞു തരികയാണ്. എന്നിട്ട് പറയാണ്, സർവാത്മാവായ നാഥ പരമേശ്വര പോറ്റി, സർവലോകവാസ സർവേശ്വര മഹേശ്വര, ശർവശങ്കര ശരണാഗത ജനപ്രിയ, സർവദേവേശ ജഗന്നായ ജഗന്നായകാരുണ്യാബ്ധേ, അത്യന്ത ഹസ്യമാം വസ്തുവെന്നിരിക്കലും എത്രയും മഹാനുഭാവന്മാരായുള്ള ജനം ഭക്തി വിശ്വാസ ശുശ്രൂഷാദികൾ കാണും തോറും ഭക്തന്മാർക്കുപദേശം ചെയ്തിടുമെന്നു കേൾപ്പു. ആകയാൽ ഞാനുണ്ടോന്നു നിന്തിരുവടി തന്നോ ആകാംക്ഷ പരവശ ചേതസാ ചോദിക്കുന്നു. പാർവതീദേവി മഹാദേവനോട് പറയാണ്, ഇങ്ങനെ ഭക്തി വിശ്വാസത്തോടു കൂടി ആര് ചോദിച്ചാലും ഒരു ഉപദേശം മുഖേന നൽകുമെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. അതുകൊണ്ട് ഞാനിതാ ആകാംക്ഷയോടുകൂടി ഞാൻ ഭഗവാനോട് ചോദിക്കുകയാണ്, കാരുണ്യം എന്നെക്കുറിച്ച് കാരുണ്യമുണ്ടെങ്കിൽ എനിക്കെന്ത് വേണം? ശ്രീരാമദേവ തത്വം എനിക്ക് ഉപദേശിച്ചു തരണമെന്ന് പാർവതീദേവി മഹാദേവനോട് പറയാണ്. ഭക്തി ലക്ഷണം സാംഖ്യയോഗ ഭേദാദികളും ക്ഷേത്രോപവാസഫലം യാഗാദി കർമ്മഫലം തീർത്ഥസ്നാനാദിഫലം ദാനധർമാദിഫലം വർണ്ണധർമ്മങ്ങൾ പുനരാശ്രമധർമ്മങ്ങളും എന്നിവയെല്ലാം എന്നോടൊന്നൊഴിയാതെ വണ്ണം നിന്തിരുവടി അരുൾ ചെയ്തതു കേട്ടതുമൂലം സന്തോഷമകതാരിലേറ്റമുണ്ടായി വന്നു. ബന്ധമോക്ഷങ്ങളുടെ കാരണം കേൾക്കമൂലം അന്ധത്വം തീർന്നുകൂടി ചേതസീ ജഗൽപദേ. ശ്രീരാമദേവൻ തൻ്റെ മാഹാത്മ്യം കേൾപ്പാനുള്ളിൽ പാരമാഗ്രഹമുണ്ടു. ജ്ഞാനതിൻ പാത്രമെങ്കിൽ കാരുണ്യാമ്പുതേ കനിഞ്ഞരുളി ചെയ്തിടണം. ഇങ്ങനെ പറഞ്ഞതിന് ശേഷം പാർവതീദേവി മഹാദേവനോട് പറയാണ്, ക്ഷേത്രോപവാസ ഫലം, യാഗാദി കർമ്മഫലം, തീർത്ഥസ്നാനം, തീർത്ഥസങ്കേതങ്ങളിൽ പോയാൽ ഉണ്ടാകുന്ന ഫലവും വർണ്ണധർമ്മങ്ങളും ആശ്രമധർമ്മങ്ങളും എല്ലാം എനിക്ക് ഒന്നൊഴിയാതെ ഭഗവാൻ എനിക്ക് ശ്രീരാമൻ്റെ തത്വത്തിലൂടെ എനിക്ക് പറഞ്ഞു തരണമെന്ന് പറഞ്ഞതിന് ശേഷം പരമേശ്വരൻ പാർവതീദേവിയോട് പറയാണ്, ധന്യേ വല്ലഭേ ഗിരികന്യേ പാർവതീ ഭദ്രേ, നിന്നോളമാർക്കുമില്ല ഭഗവൽ ഭക്തിനാഥേ, ശ്രീരാമദേവതത്വം കേൾക്കണമെന്നു മനതാരിൽ ആകാംക്ഷയുണ്ടായി വന്നതു മഹാഭാഗ്യം. പാർവതീദേവിയോട് മഹേശ്വരൻ പറയാണ്, ശ്രീരാമന്റെ ദേവതത്വം കേൾക്കണമെന്ന് മനസ്സിൽ തോന്നിയത് തന്നെ ആകാംക്ഷയുണ്ടായി വന്നത് പോലും മഹാഭാഗ്യമാണ്. ഒരു തവണയെങ്കിലും ശ്രീരാമ മന്ത്രം ചൊല്ലിയാൽ അത്രയേറെ പുണ്യമാണ് എന്ന് പറഞ്ഞിട്ട് പറയുകയാണ്. അത്യന്തം രഹസ്യമായിട്ടുള്ള പരമാത്മ തത്വാർത്ഥം അറിയുകയിൽ ആഗ്രഹമുണ്ടായത് തന്നെ ഭക്തി അതിശയമാണ്. അതുകൊണ്ട് എല്ലാ കാര്യങ്ങളും ഞാൻ വിശദമായി പറഞ്ഞു തരാമെന്ന് പറയുന്ന ഭാഗമാണ് ഉമാമഹേശ്വര സംവാദം. അപ്പോൾ കഥകളൊന്നും കഥകളായി കേൾക്കരുത്. ആ കഥയിലെ തത്വം ജീവിതത്തിലേക്ക് പകർത്താൻ നമുക്ക് സാധിക്കണം. അപ്പോൾ ഉമാമഹേശ്വര സംവാദം എന്ന് രാമായണത്തിൽ നമ്മൾ വായിച്ചു പോയാൽ പോരാ. ആ ഉമാമഹേശ്വരന്മാർ തമ്മിലുള്ള സംവാദം ഈ ജീവിതത്തിൽ നമ്മൾ പകർത്തിയെടുക്കണം. അപ്പോൾ കഥകളൊന്നും കഥകളായി കേൾക്കാതെ കഥയിലെ തത്വം കേൾക്കാൻ നമുക്ക് സാധിക്കണം. അപ്പം അതുകൊണ്ട് ഭക്തിയുടെ ലക്ഷണം എന്താണെന്ന് ചോദിച്ചാൽ ആ ഭക്തി ലക്ഷണം രാമായണത്തിൽ പറയുന്നുണ്ട്. സാംഖ്യയോഗ ലക്ഷണം എന്താണെന്ന് ചോദിച്ചാൽ അത് രാമായണത്തിൽ പറഞ്ഞു തരുന്നുണ്ട്. ക്ഷേത്രോപവാസ ഫലം, ക്ഷേത്രത്തിൽ ഉപവാസം ചെയ്താൽ, ക്ഷേത്രത്തിൽ പോയാൽ എന്താണ് ഫലമെന്ന് രാമായണത്തിൽ പറഞ്ഞു തരുന്നുണ്ട്. ഒരാൾക്ക് നമ്മൾ ദാനം കൊടുക്കുകയാണെങ്കിൽ ആ ദാനത്തിൻ്റെ ധർമ്മത്തിൻ്റെ ഫലം എന്താണെന്ന് രാമായണം നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. അപ്പം ഇത്തരം കാര്യങ്ങളിലൂടെ രാമായണം വായിച്ച് രാമായണ തത്വം മനസ്സിലാക്കി നമുക്ക് മുൻപോട്ടേക്ക് പോകാൻ ഓരോ ദിവസവും നമുക്ക് സാധിക്കണം. അതിന് ഗുരു അതുപോലെ തന്നെ നേരത്തെ പറഞ്ഞതുപോലെ ഭക്തി ശ്രദ്ധാപുരസരവും രാമായണം വായിച്ച് മുൻപോട്ടേക്ക് പോകാൻ ഓരോ ഭവനങ്ങളിലും ദിവസവും അസ്തമയത്തിന് 24 മിനിറ്റ് മുൻപെങ്കിലും വിളക്ക് വെച്ച് ആ വിളക്കിന് മുൻപിൽ കുടുംബസമേതം ഇരുന്ന്
അച്ഛനമ്മമാരും മക്കളും കുട്ടികളും ഒക്കെ ചേർന്ന് കുടുംബസമേതം ഇരുന്ന് നാമജപം ജപിച്ചതിന് ശേഷം രാമായണ പാരായണം നടത്തണം. അത്തരം രാമായണ പാരായണങ്ങൾ കുടുംബത്തിൻ്റെ ഐക്യതക്കും കുടുംബത്തിൻ്റെ യശസ്സിനും ശ്രേയസ്സിനും ഒക്കെ കാരണമായി മാറുമെന്ന് നമ്മുടെ പൂർവികർ നമുക്ക് കാണിച്ചു തന്നിട്ടുണ്ട്. പൂർവം രാമതപോവനാദിഗമനം തത്വാമൃഗം കാഞ്ചനം വൈദേഹീഹരണം ജടായുമരണം സുഗ്രീവ സംഭാഷണം ബാലീ നിഗ്രഹണം സമുദ്രതരണം ലങ്കാപുരീദാഹനം പശ്ചാത് രാവണ കുംഭകർണനിധനം യതദ്ധി രാമായണം. എല്ലാ ദിവസവും രാമായണം വായിച്ചു കഴിഞ്ഞാൽ ഏകശ്ലോക രാമായണം വായിച്ചു വേണം അവിടെ നിർത്താൻ വേണ്ടി. ഇനി വായിച്ചതിൽ എവിടെയെങ്കിലും തെറ്റുപറ്റിയെങ്കിൽ അതിന് ക്ഷമാപണം പറയണം. അവിടെ കരചരണകൃതം വാക്കായജം കർമ്മജം വാ ശ്രവണനയനജം വാ മാനസം വാപരാധം വിഹിതമവിഹിതം വാ സർവമേതക്ഷമസ്വ ശിവ ശിവ കരുണാബ്ദേ ശ്രീ മഹാദേവ ശംഭോ. ഹരി ഓം തത്സത്.